അല്ല, വയനാട്ടിൽ ഏത് സ്ഥലമാണ് പിന്നെ ആനത്താരിയും കടുവ ഇറങ്ങാത്തതും ഒക്കെ ആയിട്ടുള്ള ഏത് സ്ഥലമാണ് ഉള്ളത്? അവിടൊക്കെ മിക്കവാറും ഇതെല്ലാം ഉള്ളതാണ്. ഞങ്ങള് പരിശോധിച്ചതിൽ അതൊക്കെ തെറ്റായ പ്രചരണം. ഇത്രയും നാളത്തെ പ്രചരണം എന്തായിരുന്നു? കോൺഗ്രസ് പാർട്ടി സ്ഥലം ഏറ്റെടുക്കുന്നില്ല, വീട് വെച്ച് കൊടുക്കുന്നില്ല. എടാ, വീട് വെച്ച് കൊടുക്കാൻ ഞങ്ങൾ പണം കൊടുത്ത് സ്ഥലം വാങ്ങിച്ചപ്പോ പറയുന്നു ആനത്താരിയാണ്. അവിടെ കടുവയും പുലിയും ആനയും ഒക്കെ എല്ലായിടത്തൂടെ നടന്നു പോകുന്ന സ്ഥലങ്ങളാണ്. വാസയോഗ്യമായ സ്ഥലം തന്നെയാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഇനി ഞങ്ങൾ വീടും വെച്ചു കൊടുക്കും അവിടെ. അപ്പൊ CPM നിരന്തരമായി നടത്തുന്ന നുണപ്രചരണങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. അതിനുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് ബത്തേരി ക്യാമ്പിൽ വെച്ച് എല്ലാ നേതാക്കളെയും, വയനാട്ടിലെ നേതാക്കളെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് എടുത്ത തീരുമാനങ്ങളാണ് ഇതെല്ലാം. വൈകാതെ അവർക്ക് വീട് വെച്ചു കൊടുത്ത് അവരെ വീട്ടിൽ പാർപ്പിക്കാനുള്ള നടപടി ഉണ്ടാകും. എന്തോരം കള്ളത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനു മുമ്പ് നേരത്തെ ഞങ്ങളുടെ ഒരു DCC ട്രഷറർ ശ്രീ വിജയന്റെ കടവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കള്ളത്തരം ഉണ്ടായി. അവരുടെ കട മുഴുവൻ കോൺഗ്രസ് പാർട്ടി അടച്ചു തീർത്തില്ലേ? ഇങ്ങനെ നുണപ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നുണപ്രചരണങ്ങളിലൊന്നും ജനങ്ങൾ, പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങൾ വീഴില്ല.